ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് നോക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല മുരിഞ്ഞ പൊറോട്ടയും അയില മുളകിട്ടതുമാണ് കേട്ടോ. കറി ഞാൻ വെച്ചതാണ്, പൊറോട്ട നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ തുടങ്ങാം അല്ലേ. പൊറോട്ടയിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ്, നല്ല കുതിർന്നൊരു പീസ് എടുത്ത് പിന്നെയും കറിയിലിങ്ങനെ കുഴച്ച് അയിലയുടെ ഒരു പീസും എടുത്ത് വെച്ച് ഇങ്ങനെ കുഴച്ച് കഴിക്കണം. വാവ്, രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, നല്ലൊരു കട്ടൻ ചായയുടെ ഒപ്പം ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. ഇനി നമുക്ക് ലഞ്ച് നോക്കാം. ലഞ്ചിന് സെയിം മീൻ കറിയും പിന്നെ ചെമ്മീൻ പൊരിച്ചതും നല്ല ഉണക്കച്ചെമ്മീൻ മാങ്ങയിട്ട ചമ്മന്തിയും പിന്നെ പയറും ചക്കക്കുരു ഉപ്പേരിയും പപ്പടവും ബാക്കിയെല്ലാം ഉമ്മിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മീനിൽ നിന്നൊരു പീസും ഇങ്ങനെ വെച്ച് ചമ്മന്തിയും കൂട്ടി കുഴച്ച് പയറുപ്പേരിയും കുറച്ചെടുത്ത് വെച്ച് പപ്പടവും കൂട്ടി ഒരു പിടി പിടിക്കണം. എൻ്റെ സാറേ, എന്തു രസമായിരുന്നെന്നോ, അടിപൊളിയല്ലേ. അപ്പോൾ ചെറിയൊരു മുള്ളുണ്ട്, അത് ഞാൻ എടുത്ത് കളഞ്ഞിരുന്നു, പേടിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിനി ഡിന്നറ് കാണാം. ഡിന്നറിന് നമുക്ക് സെയിം മീൻ കറിയും പയറുപ്പേരിയും പിന്നെ സ്പെഷ്യലായിട്ടൊരു ചാള പൊരിച്ചതും അതിൻ്റെ പഴനീനും തന്ന് പിന്നെ മാങ്ങച്ചാറ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ വൈറ്റ് റൈസ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ എല്ലാ കറിയും മാച്ചായി പോകും. അപ്പോൾ പയറിൽ നിന്നൊരു ചക്കക്കുരു കൊടുത്ത് ഇങ്ങനെ കുഴച്ച് മീൻ പൊരിച്ചതിൽ നിന്നൊരു പീസും കൂട്ടി വെച്ച് നല്ലോണം കുഴച്ച് പിന്നെ മാങ്ങച്ചാറ് മറക്കരുത്. അച്ചാറിൻ്റെ ഒരു പീസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ അടിപൊളി. അങ്ങനെ കുഴച്ച് കഴിച്ചുകൊണ്ടിരുന്നു. പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പോണതിൻ്റെ അളവൊന്നും അറിയില്ല അങ്ങനെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.